മക്കളെ, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല കേരള. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് 11 എന്ന് പറയുന്നത് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ചാനലിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനാണ് നമ്മൾ ഈ ക്ലാസ് 11 എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതേപോലെ ക്ലാസ് 11ലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു ട്രാൻസിഷനാണ് സംഭവിക്കുന്നത്. ക്ലാസ് 10ൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു 10ാം ക്ലാസ് പഠിച്ച രീതിക്കാണോ 11ാം ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. സോ അതിന് ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസിഷൻ എങ്ങനെയാണ്, അതേപോലെ നമ്മൾ ക്ലാസ് 11 എന്ന് പറയുന്ന അതായത് നമ്മുടെ PWൻ്റെ ഈ ചാനലിൽ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു അബൌട്ട്, ആദ്യം തന്നെ പറയാം എന്തുകൊണ്ടാണ് ക്ലാസ് 11 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ 10th നിന്ന് 11th പോകുന്ന ഒരു സമയത്ത് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും കുറച്ചും കൂടി ഉണ്ടാവുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ലെവലിലായിരിക്കില്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിങ്ങൾ 11th പോകുമ്പോൾ പഠിക്കുന്നുണ്ടാവുക. അതൊരുപാട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുണ്ടാവും. അതുമാത്രമല്ല അതായത് കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റീസൺസ് എന്ന് വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് 11th ഉണ്ടാവുക. അതുമാത്രമല്ല നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം, ചിലർക്ക് നീറ്റ് വേണം, ചിലർക്ക് കീം വേണം, കുസാറ്റ് വേണം, IIT, JEE, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ 11th സ്റ്റാൻഡേർഡാണ്. 11th സ്റ്റാൻഡേർഡ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായാൽ മാത്രമാണ് 12th ഉണ്ടാവുള്ളൂ. അതുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലും കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ 11th എന്ന് പറയുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുകൊണ്ടാണ് 11th എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മാത്രമല്ല നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ ചോദിച്ചാൽ കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ ഒരുപാട് പുതിയ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. 11ാം ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പുതിയ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, ഒരുപാട് ഇൻഡെപ്തിൽ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറവ് പേജുകളേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ലിറ്ററലി 20 പേജ് മേലെ ഉണ്ടായിരിക്കും. അത്രയും കണ്ടന്റ് നിങ്ങളൊരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. സോ ആ കണ്ടന്റൊക്കെ നിങ്ങൾക്ക് 12th പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ 11ാം ക്ലാസ് പഠിക്കാതെ 12ാം ക്ലാസ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നീറ്റ് ആയിക്കോട്ടെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിലൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നത് ഒരുപാട് കോമൺ മിസ്റ്റേക്സ്. ഫസ്റ്റ് ക്ലാസ് 11 സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആയിട്ട് നിങ്ങളങ്ങ് അതിനെ വിടും. ക്ലാസ് 12 നമ്മൾ പഠിക്കാം, ക്ലാസ് 11 വേണ്ട. കാരണം നിങ്ങൾ ആ 10th കഴിഞ്ഞതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾ വെളിയെ വന്നിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ ആ ജൂണിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പോഴും ആ 11th ആ ഒരു വെക്കേഷൻ മൂഡിലായിരിക്കും. സോ 10th വെക്കേഷൻ ആയിട്ടുള്ള ഇതിലായിരിക്കും നിങ്ങളുടെ മെമ്മറി ഉണ്ടായിരിക്കുക, മൈൻഡൊക്കെ ആ ഒരു കൂളിങ്ങിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് 11 അങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ക്ലാസ് 11 സിലബസ് ഒരുപാട് പേർക്ക് ഇപ്പോഴും കിട്ടാതെ ഇരിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ റിവൈസിങ്, അതായത് കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ 10th പഠിച്ചത് അതിൻ്റെ എക്സ്ട്രീം എഫേർട്ട് കൊടുത്തിട്ട് വേണം 11th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിക്കണമെങ്കിൽ. 11th സ്റ്റാൻഡേർഡ് നിങ്ങൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യും വേണം. മാത്രമല്ല കുറച്ചും കൂടിയും ഫിസിക്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടഫർ സബ്ജക്റ്റാണ്, നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു അപ്രോച്ച് ഉണ്ടാവും. അപ്പോൾ ആ അപ്രോച്ചിൽ നിങ്ങളൊരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്കത് കുറച്ചും കൂടി ടഫായിട്ടാണ് തോന്നുക. ആക്ച്വലി ആ സബ്ജക്റ്റ് ചിലപ്പോൾ ടഫ് ആവണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ടഫ് ആവണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ടഫായിട്ട് തോന്നാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ നമുക്കൊരു ഫിയർ ഒന്നും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഫിസിക്സ് വാല നിങ്ങളതിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഷോർട്ട് നോട്ട്സും, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന എല്ലാ ലൈവ് റെക്കോർഡിങ്സും, നിങ്ങൾക്ക് എല്ലാ റെക്കോർഡിങ്സും, അതായത് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ 1 ഷോട്ടായിട്ട് റെക്കോർഡ് പോകുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എക്സാം ടൈമിൽ ലൈവ് സെഷൻ പോകുന്നുണ്ടായിരിക്കും. അതേപോലെ പ്രീവിയസ് ഇയർ PYQs നമ്മൾ എക്സാം സമയത്ത് നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, ഹാഫ് ഇയർലി എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വാർട്ടർലി എക്സാം, ഓണം എക്സാം, ഏതൊരു എക്സാമിൻ്റെ സമയത്താണെങ്കിലും പബ്ലിക് എക്സാമിൻ്റെ സമയത്ത്
വെച്ചാലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ PYQs എടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ നമ്മൾ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ കിട്ടുന്നത്, എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് വാലയത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്റ്റിനും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും വർഷം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ആ അപ്ഡേഷൻസ് നമ്മൾ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓരോ വർഷവും നമ്മുടെ കണ്ടന്റ് റിവൈസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ന്യൂലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളുടെ എത്തിക്ക് എത്തുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റും ഒരൊറ്റ ചാനലിൽ നിന്നാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അത് ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, റെക്കോർഡിങ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്സിൻ്റെ ഫോമിലായിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്കായിരിക്കും ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല ഞങ്ങൾ കംപ്ലീറ്റ്ലി സിലബസ് അപ്ഡേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് സിലബസിൽ അപ്ഡേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടുന്നുണ്ടാവും. ഈ ചാനലിൻ്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ എക്സാമിന് എന്താണോ ആവശ്യം, നിങ്ങളുടെ ഫ്യൂച്ചറിന് എന്താണോ ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ. ഞങ്ങൾ എക്സ്ട്രീംലി ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഈ ഒരു ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നോ അത്രത്തോളം ഞങ്ങളും ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഓരോ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടായാലും അതിൽ ഷോർട്ട് നോട്ട്സ് എങ്ങനെയൊക്കെ അതിനെ അപ്ഡേറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പ്യുവറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേർഷൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഫിസിക്സ് വാല കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷൻ ഓഫ് ദ ചാനൽ, അല്ലെങ്കിൽ വിഷൻ. ഞങ്ങൾ 11th സ്റ്റാൻഡേർഡ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ വിഷൻ. വിത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ വിഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും, ലൈവ്സ് വരും, എല്ലാം വരും. എൻ്റെ മക്കളെല്ലാവരും ചാനൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ഇനി ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ എക്സ്പ്ലോർ ചെയ്യുക. ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ വീഡിയോസും ഈ ചാനലിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, 11th 10th എങ്ങനെയാണോ നിങ്ങൾ ക്രാക്ക് ചെയ്തേ അതേപോലെ തന്നെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, 11th ക്രാക്ക് ചെയ്യാം. ഓക്കെ.